കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് നാളേക്ക് മാറ്റി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് മാറ്റിയത്. പ്രോസിക്യൂട്ടർ കൂടുതൽ സമയം ആവശ്യപ്പെടുന്നതിനെ തുടർന്നാണ് കേസ് മാറ്റിവെച്ചത്. സമീർ കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. സമീർ, എന്താണ് കേസ് മാറ്റാനുണ്ടായ സാഹചര്യം? അത് കാഫർ സ്ക്രീൻഷോട്ട് കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള റിബേഷ് രാമകൃഷ്ണൻ സമർപ്പിച്ചിരുന്നത്. ഇന്ന് കോടതിയിൽ പ്രോസിക്യൂട്ടർ ഹാജരായെങ്കിലും അദ്ദേഹത്തിന് കൂടുതൽ സമയം വേണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്നാണ് കോടതി ഇത് നടപടികളിലേക്ക് നാളേക്ക് വേണ്ടി മാറ്റിവെച്ചത്. നാളെയായിരിക്കും കേസ് പരിഗണിക്കുക. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പലതവണ റിബേഷ് രാമകൃഷ്ണനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇത് ലഭിച്ചത് ആദ്യം ഷെയർ ചെയ്തത് റിബേഷ് രാമകൃഷ്ണനാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരമൊരു നടപടി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ തുടരുന്നതിടെയാണ് മുൻകൂർ ജാമ്യം തേടിക്കൊണ്ട് റിബേഷ് രാമകൃഷ്ണൻ കോടതിയെ സമീപിച്ചത്. ഇതോടൊപ്പം തന്നെ ഈ കേസിൽ മറ്റൊരു പ്രതിയാണ് ഈ കേസിൽ ഒരാൾ മാത്രമാണ് ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത്. അത് ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ജിതിൻ ഭാസ്കറാണ്. ജിതിൻ ഭാസ്കർ നിലവിൽ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് പുറത്താണുള്ളത്. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ നേതാക്കൾ ജിതിൻ ഭാസ്കറിന് വലിയൊരു സ്വീകരണം നൽകിയിരുന്നു. ആ വിഷയത്തിൽ സ്വീകരണ യോഗത്തിൽ ജിതിൻ സംസാരിച്ചു. അതുപോലെ തന്നെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇടുകയും ചെയ്തു. ഇതൊക്കെ തന്നെ ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നതാണ് എന്ന് കാണിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ അപേക്ഷ കൂടി നാളെ കോടതി പരിഗണിക്കും. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തുമെന്നുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘം നൽകുന്നത്. പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയിലൂടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രധാനമായും പ്രചരിപ്പിച്ചതിൽ ഒരാൾ റിബേഷ് രാമകൃഷ്ണനാണ് എന്ന കാര്യമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഗ്രൂപ്പ് അഡ്മിന്മാരെ 4 പേരെ കൂടി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. നിഷാദ്. ശരി, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ബഹ്റൈനും കുവൈറ്റും